ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഡോക്ടർ ലിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങുമായിട്ടാണ്. അപ്പം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ അറിവിലും പിന്നെ എൻ്റെ അറിവിലും പിന്നെ എൻ്റെ ഇപ്പം അടുത്ത കാലത്ത് ഡെലിവറി കഴിഞ്ഞ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ട് വേണ്ട അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെഡ്ഷീറ്റ് ആയിട്ടാണ്. ഇപ്പം ഞാനൊരു 2 ബെഡ്ഷീറ്റേ വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് വെക്കാം. അപ്പോൾ ബെഡ്ഷീറ്റ് വെച്ചു. ഇനി നമുക്ക് ഡ്രസ്സുകൾ ഞാൻ മെറ്റേണിറ്റി വെയേഴ്സ് ആണൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം അടുത്തത് മെറ്റേണിറ്റി വെയേഴ്സ് ആണ്. അപ്പോൾ ഞാൻ ഒരു അടിപ്പാവാട വെക്കുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം ഒരു അടിപ്പാവാട വെക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സുകൾ ഞാൻ കാണിച്ചു തരാം. എത്ര ഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ വെക്കുന്നത്. ഇതൊക്കെ മെറ്റേണിറ്റി വേറെ ഫീഡിങ് നഴ്സിംഗ് ആയിട്ടുള്ള ഫീഡ് ചെയ്യാൻ പറ്റുന്ന സിബൊക്കെ വരുന്ന മെറ്റേണിറ്റി വെയേഴ്സ് ആണ്. ഇതാ ഇതും 2, 3 എണ്ണം വെക്കുന്നുണ്ട്. 4 എണ്ണം ഉണ്ട്. ഇത് ഹോം കമ്മിങ് ആണ്. വെച്ചാൽ വീട്ടിലേക്ക് വരുമ്പം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഇടാത്ത പുതിയതൊന്ന് വെച്ചത്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകൾ തന്നെയാണ്. പിന്നെ ഒരു ഓപ്പൺ നൈറ്റി വെക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ഓപ്പൺ നൈറ്റി. ഫുൾ ബട്ടൺസ് വരുന്ന ഇത് പുതിയത്. അത് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പം ഇതാണ് ഞാൻ വെക്കുന്നത്. ഇനിയിപ്പോൾ ആ ടൈമിൽ പുതിയ വല്ലതും വാങ്ങുമെന്ന് അറിയില്ല. അപ്പം ഇതെല്ലാം നമുക്ക് വെക്കാം. ഇത് ഞാൻ ഡെലിവറി നമ്മളെ റൂമിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് വേറൊരു കവർ തന്നെ സെപ്പറേറ്റ് വെക്കുക. ഒരു ഓപ്പൺ നൈറ്റിയും ഇന്നേഴ്സും കൂടി ഒരു കവറിൽ പെട്ടെന്ന് എടുക്കാനുള്ള ഭാഗത്തിൽ മേലെ തന്നെ അത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ അല്ലറ ചില്ലറ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇത് വരുന്നത് ടിഷ്യൂ ആണ്. ടിഷ്യൂ പേപ്പർ, റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ്. പിന്നെ എൻ്റെ ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ പാൻറ്റീസും ബ്രായും ഒക്കെ ഉണ്ട്. നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാസ് ഉണ്ടെങ്കിൽ അത് വാങ്ങാം. നോർമൽ ബ്രായ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വാങ്ങാം. അപ്പോൾ അതൊരു 3-4 എണ്ണം 4-5 ഒക്കെ ഉണ്ട്. ഒക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പാൻറ്റീസ് നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റീസ് വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിൽ അത് വെക്കാം കേട്ടോ. പിന്നെ വെറ്റ് ടിഷ്യൂസ് ആണിത്. വലിയൊരു പാക്ക് കിട്ടിയില്ല പോയപ്പോൾ. അപ്പം കുറച്ച് മീൻസ് ചെറിയ പാക്ക് ആയിട്ടുള്ളതാണ് വാങ്ങിയിട്ടുള്ള വെറ്റ് ടിഷ്യൂ. ജസ്റ്റ് ഇൻ കേസ് ചിലത് വേണ്ടി വരില്ല. ഞാനതൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. അതുകൊണ്ട് വെറ്റ് ടിഷ്യൂസ് വയ്ക്കുന്നുണ്ട്. പിന്നെ വരുന്നത് മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്. കണ്ടില്ലേ, ഇതൊരു പാക്ക്. ഞാനൊക്കെ ഓരോ പാക്കറ്റ് ഇത് വാങ്ങിയിട്ടുള്ളൂ. ഒന്നും എക്സ്ട്രാ കുറേ ഒന്നും വാങ്ങിയിട്ടില്ല. കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ വാങ്ങിയാൽ മതിയല്ലോ. പിന്നെ വരുന്നത് ഡിസ്പോസിബിൾ പാഡ് ഫിക്സേഷൻ ആണ്. ഇതും ജസ്റ്റ് ഒരു പാഡേ വാങ്ങിയിട്ടുള്ളൂ, മീൻസ് ഒരു പാക്കറ്റേ വാങ്ങിയിട്ടുള്ളൂ. കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് നഴ്സിംഗ് ബ്രസ്റ്റ് പാഡ്സ് ആണ്. ഇതും ജസ്റ്റ് 1 പാക്കറ്റേ ഉള്ളൂ. പിന്നെ നോർമൽ പാഡ്സ് വെക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് തന്നെയാണ്. ഇപ്പോൾ പൊട്ടിച്ചതൊക്കെയാണ്. അപ്പം ഇതും ഞാനൊരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് തോർത്ത് ഇത് ആദ്യം വെക്കേണ്ടായിരുന്നു, കുഴപ്പമില്ല. തോർത്തും അതുപോലെ തന്നെ ഒരു ടവലും എൻ്റെ ആവശ്യത്തിനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നോർമൽ കുഞ്ഞി കൈ പിടിക്കുന്ന ടവല് ഞാൻ എപ്പോഴും എനിക്കത് വേർക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, പെട്ടെന്ന് വേർക്കുന്ന ടൈപ്പ്. അപ്പം പുതിയ ടവലൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ട് എനിക്ക് എപ്പോഴും കയ്യിൽ കർച്ചീഫ് വേണം. അതുപോലെ ഹെഡ് ബാൻഡ്സ് ആണ്. ഇത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. മുടിയൊന്നും മുഖത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സെക്യൂർഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെഡ് ബാൻഡ്സ് വെക്കുന്നുണ്ട്. അതെൻ്റെ പേഴ്സണൽ ഓപ്ഷനാണ്. പിന്നെ കുറച്ച് മാസ്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആരും മാസ്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിലും ഞാൻ വെക്കുന്നുണ്ട്.
പിന്നെ ഇനി വേണ്ട കുറച്ച് നമ്മളുടെ ടോയ്ലറ്ററി ഐറ്റംസ് ഒക്കെയാണ്. അതെന്താണല്ലേ കാണിച്ചു തരാം. ഇരിക്കട്ടെ. ഒരു സോപ്പ് വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഷവർ ജെല്ലാണ്. എനിക്കതാ ഇഷ്ടം, അതാ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് ഞാൻ ഇത് വെക്കുന്നുണ്ട്. പിന്നെ സോപ്പുകൾ, വാഷിംഗ് സോപ്പും അതുപോലെ തന്നെ ഡിഷ് വാഷും ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഫേസ് വാഷ്, ഒരു പേസ്റ്റ്. ഇത് പിന്നെ ഞാനും ഏട്ടനും ഒക്കെ ഉണ്ടാവുമല്ലോ, അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പേസ്റ്റ് വെക്കുന്നുണ്ട്. സോറി, എന്താണ് ബ്രഷ് വെക്കുന്നുണ്ട്. പിന്നെ പാത്രം കഴുകുന്ന ഒരു സ്പോഞ്ചും വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഹാൻഡ് വാഷ്, ഇത് മസ്റ്റാണ്, റൂമിലൊക്കെ വേണ്ടി വരും എന്തായാലും. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ പെട്ടിയിലാക്കിയിട്ട് വെക്കാം. ഇതൊരു ഫ്ലാസ്ക്, ഇതാ ഫ്ലാസ്ക് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് കുറച്ച് എക്സ്ട്രാ പേപ്പേഴ്സ്. കണ്ടില്ലേ, പേപ്പേഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനും പിടിക്കാനും പിരിക്കാനൊക്കെ വേണമെങ്കിൽ പേപ്പേഴ്സ്. അതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് വെക്കുന്നുണ്ട്. ഇതിൽ കണ്ടില്ലേ, അതിൽ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് എന്താ പറയുക സാധനം, എന്തെങ്കിലുമൊക്കെ വേസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കവേഴ്സ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേക്കപ്പ് ബാഗാണ്. ഇതൊക്കെ ലാസ്റ്റ് വെക്കുകയാണ്. കാരണം ഹോസ്പിറ്റലിൽ നേരെ ഞാൻ പിന്നെ ഇത് വീട്ടിലേക്കാണ് പോവുക. അപ്പം പിന്നെ കുറച്ചെടുത്താൽ മതി അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഇത് ഞാൻ എന്തായാലും വീട്ടിലേക്കും കൂടി പോകുന്ന കണക്കാക്കിയിട്ട് എല്ലാം കൂടി ഇതിൽ പാക്ക് ചെയ്തതാണ്. ഒരു സ്കാർഫ് എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നേ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊക്കെ മെറ്റേണിറ്റി വെയർസ് ആയിട്ട് സ്കാർഫൊന്നും അങ്ങനെ ഇടുന്ന ആളല്ല, എങ്കിലും ജസ്റ്റ് ഫോർ ഒരു ഇതിന് വേണ്ടിയിട്ട് വെക്കുന്നത് മാത്രം. പിന്നെ മെയിൻ ഐറ്റം, പെട്ടീൻ്റെ ഏറ്റവും മേലെ ഉണ്ടായിരിക്കുന്ന സാധനമാണ് നമ്മളുടെ എല്ലാ ഫയൽസും ഡോക്ടറിൻ്റെ സ്കാനിങ് റിപ്പോർട്ട്സ് എല്ലാ സാധനങ്ങളുമാണ് ഇതിലിരിക്കുന്നത്. ഇത് വെക്കണം. ഇതൊക്കെ ഇതിനുള്ളിൽ വെക്കാം. അങ്ങനെ എൻ്റെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൊള്ളിച്ചു. ഇനി അടുത്തത് നമുക്ക് കുഞ്ഞാവയ്ക്കുള്ള ഐറ്റംസ് കാണിക്കാം. ഇത് രണ്ടുമാണ് പാവയ്ക്കുള്ള ഐറ്റംസ്. ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് ജസ്റ്റ് ഫുഡ് ടർക്കിയാണ്. പിന്നെ ഒരു ഡ്രൈ ഷീറ്റ് വലുതാണ് ഞാൻ വാങ്ങിയത്, രണ്ടാൾക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സാധാരണ ഒരു ടർക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു മുണ്ടാണ്. നമ്മളിപ്പോൾ ഡെലിവറി റൂമിലേക്ക് ഇവർ ചിലപ്പോൾ മുണ്ട് ചോദിക്കും, അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മുണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതും സെപ്പറേറ്റ് മേലെ തന്നെ വെക്കുന്നുണ്ട്, വെക്കണം. കാരണം പെട്ടെന്ന് ആവശ്യമുള്ള സാധനം ആയതുകൊണ്ട്. ചിലപ്പോൾ ചോദിക്കൂട്ടോ, ചില ഹോസ്പിറ്റലൊക്കെ ചോദിക്കാറുണ്ട്, എല്ലാവരും ചോദിക്കുമെന്ന് അറിയില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണികൾ എൻ്റെ അമ്മയായിട്ടത് സെറ്റ് ചെയ്തത്. കണ്ടില്ലേ, കുറേ കോട്ടൺ തുണികളും എന്താ പറയുക തോർത്ത്, ചെറിയ ചെറിയ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടിക്ക് തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്, അതൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് തോർത്താണ് ഇതൊക്കെ. പിന്നെ കുഞ്ഞി ടവലുണ്ട്, കുഞ്ഞി ടർക്കി ഉണ്ട്. പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണികളാണ്, കുറേ ഉണ്ട് കേട്ടോ. നമ്മളുടെ സെറ്റ് മുണ്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഇത്രയാണ് കുട്ടിക്ക് വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. ഇനിയുണ്ട് മെയിൻ ഡ്രസ് ക്ലോത്ത് ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ തിരിച്ച് ഇതിലേക്ക് തന്നെ വെക്കുകയാണ്. മുണ്ട് ലാസ്റ്റ് വെക്കാം. പിന്നെ ഇത് ഒരു കുഞ്ഞിപ്പെട്ടിയിൽ ഡെറ്റോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കോക്കനട്ട് ഓയിൽ പാരച്യൂട്ടിൻ്റെ, പിന്നെ ഒരു സോപ്പ് വെച്ചിട്ടുണ്ട്, കുട്ടികളുടെ സോപ്പാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഐറ്റംസ് കേട്ടോ. അപ്പം അത്യാവശ്യമായ സാധനങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ സാധനങ്ങളൊന്നുമില്ല. അപ്പം പല വീഡിയോസിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറേ ഐറ്റംസ് കാണും. അതൊക്കെ എന്തിനാന്ന് തന്നെ തോന്നിപ്പോകും. പിന്നെ ചിലരെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യും അതൊന്നും ആവശ്യം വന്നിരുന്നില്ല എന്നുള്ളത്. പിന്നെ ഞാൻ വെച്ച ഐറ്റംസ് എനിക്ക് എന്തായാലും മാക്സിമം എല്ലാം ഉപയോഗിക്കേണ്ടി വരും. കാരണം അത്യാവശ്യം അല്ലാതായിട്ട് ഒന്നും തന്നെ ഞാൻ വെച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഐറ്റംസ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വേണ്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.